ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കമോ ബ്രാത്ത്വെയ്റ്റ് എഴുതിയ സൗത്ത് എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്പീക്കറിനെ കുറിച്ചിട്ടാണ്. കമോ ബ്രാത്ത്വെയ്റ്റ്. ഇദ്ദേഹം ജനിക്കുന്നത് മെയ് 11, 1930 മരണപ്പെടുന്നത് ഫെബ്രുവരി 4, 2020. ഇദ്ദേഹം കരീബിയൻ പോയറ്റാണ്, പിന്നെ അക്കാദമിക് വിദഗ്ധനുമാണ്. കരീബിയൻ സാഹിത്യ കാനോണിലെ പ്രധാന ശബ്ദങ്ങളിലൊന്നായി ഇദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നുണ്ട്. ബോൺ ടു സ്ലോ ഹോഴ്സ് എന്ന കവിതയ്ക്ക് 2006 ഗ്രിഫിൻ കവിതാ സമ്മാനം നേടിയിട്ടുണ്ട്. റൈറ്റ്സ് ഓഫ് പാസേജ്, എലൈഗ്വാസ് എന്നിവയുൾപ്പെടെയുള്ള നിരവധി ശ്രദ്ധേയമായ കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കവിത നോക്കുകയാണെങ്കിൽ 6 സ്റ്റാൻസാസ് ആണുള്ളത്. ആ 6 സ്റ്റാൻസയിലും 6 ലൈൻസും ഉണ്ട്. കവിതയുടെ ടോൺ നൊസ്റ്റാൾജിക് ആണ്. നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. But today I recapture the islands, bright beaches, blue mist from the ocean, rolling into the fishermen's houses. By these shores I was born, sound of the sea came in at my window, life heaved and breathed in me then, with the strength of that turbulent soil. ആദ്യ സ്റ്റാൻസിയയിലെ പോയിറ്റ് കരീബിയനിൽ നിന്ന് സൗത്തിലേക്ക് എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയിട്ട് യാത്ര നടത്തുകയാണ്. ആ യാത്രയുടെ ചിത്രീകരണത്തോടെയാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ്വീപുകളിൽ പോയിട്ട് ചിലവഴിച്ച അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെയും ബാല്യത്തെയും കുറിച്ചിട്ട് സ്പീക്കർ ചിന്തിക്കുകയാണ്. കടൽ തീരത്തിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ചിട്ടും കടലിൽ നിന്നുള്ള നീല നിറമുള്ള മൂടൽമഞ്ഞിനെ പറ്റിയും പോയിട്ട് ഇവിടെ സംസാരിക്കുന്നു. കൂടാതെ പോയിട്ട് കടൽ തീരത്ത് കടലിൻ്റെ ശബ്ദം കേട്ട് ജനിച്ചു വളർന്നത് എങ്ങനെയാണെന്നും പറയുന്നുണ്ട്. കടലിൻ്റെ സൗണ്ടിനെ ജീവൻ്റെയും ബ്രീത്തിങ്ങിൻ്റെയും ശ്വാസത്തിൻ്റെയും ശബ്ദവുമായി പോയിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ദ്വീപുകളുടെ സൗന്ദര്യം പോയിട്ട് ഇവിടെ വിവരിക്കുന്നുണ്ട്. കടൽ തീരത്തിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ചും കടലിലെ നീല മൂടൽമഞ്ഞിനെ പറ്റിയും ഇവിടെ പോയിട്ട് പറയുന്നു. ദ്വീപിൽ അദ്ദേഹം ജീവിച്ചതും റൂമിലെ ജനാലക്കരികിൽ നിൽക്കുമ്പോൾ കേൾക്കുന്ന കടലിൻ്റെ ശബ്ദത്തെ പറ്റിയും ഇവിടെ പറയുന്നു. ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ വീട് കടലിനടുത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കടലിൽ നിന്നുള്ള ശബ്ദത്തെ അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൻ്റെ ശബ്ദവുമായി കമ്പയർ ചെയ്തിരിക്കുന്നു. സെക്കൻഡ് സ്റ്റാൻസ. സിൻസ് ദെൻ ഐ ഹാവ് ട്രാവൽഡ്, മൂവ്ഡ് ഫാർ ഫ്രം ദ ബീച്ചസ്, sojourned in stoniest cities, walking the lands of the north, in sharp slanting sleet and the hail, crossed countless saltless savannas and come to this house in the forest where the shadows oppress me, and the only water is rain and the tepid taste of the river. പോയിറ്റ് ദ്വീപിലെ തൻ്റെ വീട് ഉപേക്ഷിച്ച് ലോകം ചുറ്റി സഞ്ചരിച്ചതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. പോയിട്ട് പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുകയും നഗരങ്ങളിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പാറക്കെട്ടുള്ള നഗരത്തിൽ അദ്ദേഹം താമസിച്ചു. മഞ്ഞു മൂടിയ നല്ല തണുപ്പുള്ള ക്ലൈമറ്റിലുള്ള സ്ഥലത്തും താമസിച്ചു. കൂടാതെ മരുഭൂമിയിലും താമസിച്ചു. അവിടെയൊക്കെ താമസിച്ചാലും പോയിറ്റിന് തൻ്റെ ഹോംലാൻഡിലുണ്ടായ വീട് പോലെ അതൊന്നും തോന്നിയിട്ടില്ല. പോയിറ്റ് അങ്ങനെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കാട്ടിലെ വീട് വെക്കാമെന്ന് തീരുമാനിച്ചു. കാടെന്ന് പറയുമ്പോൾ മുഴുവനും മരങ്ങളാൽ ചുറ്റപ്പെട്ടതാണല്ലോ. അവിടെ അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്നതായിട്ടാണ് തോന്നിയത്. കാട്ടിലെ മരങ്ങളുടെ നിഴൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണെന്ന് പോയിറ്റ് പറയുന്നു. അങ്ങനെ ആ തീരുമാനം അദ്ദേഹം വേണ്ടാന്ന് വെച്ചു. ജലത്തിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് സ്പീക്കർ കരുതി. അതായത് ജലമുള്ള സ്ഥലത്തേക്ക് വീട് വെച്ച് താമസിക്കാമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ സ്പീക്കർ ആഗ്രഹിക്കുന്നത് കടലിലെ വെള്ളമാണ്. കാട്ടിൽ കിട്ടുന്നത് മഴവെള്ളവും നദീജലവുമാണ്. അതൊരിക്കലും കടലിലെ വെള്ളത്തിന് സമമാവില്ല. തേർഡ് സ്റ്റാൻസ. We who are born of the ocean can never seek solace in rivers. Their following runs on like our longing, reproves us our lack of endeavor and purpose, proves that our striving will founder on that. We resent them this wisdom, this freedom,
പാസിംഗ് അസ്. ഇവിടെ പോയിറ്റ് പറയുന്നത് സമുദ്രത്തിൽ നിന്ന് ജനിച്ചു വളർന്ന നമുക്ക് ഒരിക്കലും ആശ്വാസം നേടാൻ കഴിയില്ല. വി എന്നുദ്ദേശിക്കുന്നത് ദ്വീപ് നിവാസികളെയാണ്. അവരുടെ റൂട്ട്സ്, അവരുടെ വേരെപ്പോഴും എവിടെയാണ്? ദ്വീപിലാണ്. അവർ ജനിച്ചു വളർന്നത് ദ്വീപിലാണ്. സമുദ്രത്തിന് നടുക്ക് ജീവിച്ച അവർക്ക് നദികളിൽ താമസിക്കാൻ കഴിയില്ല. അതായത് അവർ ആ ദ്വീപിൽ താമസിച്ചു, അവർക്ക് മറ്റൊരു സ്ഥലത്ത് താമസിക്കാൻ കഴിയില്ല. അതായത് അയർലൻഡ് അല്ലാതെ മറ്റെവിടെയും താമസിക്കാൻ കഴിയില്ല. കടലിൻ്റെ ഒഴുക്ക് വ്യത്യസ്തമാണ്. എന്നാൽ നദി തുടർച്ചയായും അനന്തവുമായിട്ടാണ് ഒഴുകുന്നത്. ഇവിടെ സ്പീക്കർ ഫിലോസഫിക്കലി ക്ലെയിം ചെയ്യുന്നത് നോർത്തിൻ്റെ കൾച്ചർ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ സൗത്തിൻ്റെ കൾച്ചർ റിവറായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് എന്നാണ്. അത് മാറ്റമില്ലാത്ത സംസ്കാരമാണ്. ഫോർത്ത് സ്റ്റാൻസ. But today I would join you, traveling river, borne down the years of your patientness flowing. Past pains that would wreck us, sorrows arrest us. Hatred that washes us upon the flats, and moving on through the plains that receive us. Processioned in tumult come to the sea. പോയിറ്റ് ഇപ്പോഴ് നദി പോലെ ആകാനും നദിയോടൊപ്പം യാത്ര ചെയ്യാനും തീരുമാനമെടുക്കുകയാണ്. ജീവിതത്തിൽ പോയിറ്റ് അനുഭവിച്ച സങ്കടങ്ങളും വേദനകളും വെറുപ്പും കടന്ന് നദി പോലെ ഒഴുകാൻ പോയിറ്റ് ആഗ്രഹിക്കുകയാണ്. ഒരു നദി ഒഴുകി അവസാനം കടലിലാണ് ലയിക്കുന്നത്. അതുപോലെ ജീവിതത്തിലൂടെ സഞ്ചരിക്കാനായി പോയിറ്റ് ആഗ്രഹിക്കുന്നു. അതായത് പോയിറ്റ് ജീവിതത്തിൽ നദി പോലെ ഒഴുകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ വേദനകളും സങ്കടങ്ങളും കവിഞ്ഞൊഴുകാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ വേദനകളും സങ്കടങ്ങളുമൊക്കെ മറികടന്ന് അവസാനം നദിയെപ്പോലെ കടലുമായി ഒന്നാകാൻ സ്പീക്കർ ആഗ്രഹിക്കുന്നു. ഫിഫ്ത്ത് സ്റ്റാൻസ. ബ്രൈറ്റ് വേവ്സ് സ്പ്ലാഷ് അപ്പ് ഫ്രം ദ റോക്സ് ടു റിഫ്രഷ് അസ്. ബ്ലൂ സീഷെൽസ് ഷിഫ്റ്റ് ഇൻ ദെയർ വേക്ക്. ആൻഡ് ദർ ഈസ് ദ ടച്ച് ഓഫ് ദ ഫിഷർമെൻസ് ഹൗസസ്, ദ പാത്ത് made of pebbles, and look. Small urchins combing the beaches look up from their traps to salute us. സ്പീക്കർ ദ്വീപിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നതായി സങ്കല്പിക്കുകയും പ്രകൃതിയിലുള്ള ദൃശ്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. തിളങ്ങുന്ന നീല തിരമാലകൾ കരയിലേക്ക് വരികയും തിരമാലയോടൊപ്പം കടലിലെ ഷെല്ലുകൾ ഉയർത്തുകയും ചെയ്യുമെന്ന് പോയിറ്റ് പ്രതീക്ഷിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ വീടുകളും തൻ്റെ വീട്ടിലേക്കുള്ള വഴിയും പോയിട്ട് സങ്കല്പിക്കുന്നു. കൂടാതെ സീ ഏർച്ചിൻസ്, അത് കടലിൻ്റെ അടിത്തട്ടിലുള്ള ജീവിയാണ്. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ സീ ഏർച്ചിൻസ് സല്യൂട്ട് ചെയ്യുന്നതും അദ്ദേഹം സങ്കല്പിക്കുന്നു. സിക്സ്ത് സ്റ്റാൻസ. ദ ഫിഷർമാൻ ഹോക്കിംഗ് ദ സെർവ്സ് ഓഫ് ദി സൈഡ് ഓൺ ദ റീഫ് സ്റ്റാൻഡിംഗ് അപ്പ് ഇൻ ഹിസ് ബോട്ട് ആൻഡ് ഹലൂസ് us. A starfish lies in its pool, and gulls, white sails slanted seaward, fly into the limitless morning before us. കടൽക്കരയിലുള്ള തൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് ഇമേജിൻ ചെയ്യുകയാണ് സ്പീക്കർ. ഫിഷർമാൻ കടലിൽ തൻ്റെ ബോട്ടിൽ നിന്ന് സ്പീക്കറിനെ വെൽക്കം ചെയ്യുമെന്നും സ്റ്റാർഫിഷ് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ വിശ്രമിച്ച് ജീവിക്കുമെന്നും കടൽക്കാക്കകൾ രാവിലെ തുറന്ന നീലാകാശത്തിലേക്ക് സ്വതന്ത്രമായി പറക്കുമെന്നും ഇവിടെ സ്പീക്കർ ചിന്തിക്കുന്നു. അതായത് ഇമേജിൻ ചെയ്യുകയാണ് ഈ കാര്യങ്ങളൊക്കെ. ഇവിടെ പ്രഭാതം പുതിയ തുടക്കങ്ങളെയാണ് സിംബിളൈസ് ചെയ്യുന്നത്.